സോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലണ്ടൻ്റെ ബസ്സും കണ്ട് ഇവിടെ മൗണ്ടൻ കയറുമെന്നും പറഞ്ഞ് നേരെ വന്ന ഈ ഒരു അമ്പലത്തിലാണ്. ഇവിടെന്തോ തിരക്ക് പറഞ്ഞു വന്ന ഇവിടെ ഈ ഒരു അമ്പലത്തിലാണ് നമ്മൾ വന്ന് ഇവിടെ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന വീഡിയോ ആണിത്. ഇവിടെ ക്രിസ്റ്റ എങ്ങാണ്ട് ഇന്നോവ ക്രിസ്റ്റ ബ്രേക്ക് ഡൗൺ ആയിരുന്നു തോന്നുന്നത്. നല്ല ട്രാഫിക് ഉണ്ട്. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. കൂടുതൽ സമയം ഇവിടെ വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം എന്തായാലും പറയുന്നില്ല. എന്തു നൈസായിട്ട് ആ പോസ്റ്റേ ചെന്ന് ഇടിച്ച്. ഞാനാണെങ്കിൽ അത് കണ്ടുമില്ല. വണ്ടിയിൽ ഫുള്ള് ചെളിയാണ് കേട്ടാ. എങ്ങനെ വന്നെന്ന് അറിഞ്ഞോളൂ. ഒരു മഴ പെയ്തായിരുന്നു. മഴേൻ്റെ വല്ലോ. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഞാൻ ഓടിച്ച്. അങ്ങോട്ട് പോകാൻ ഇപ്പം തിരിച്ചു പോകാൻ നേരം നല്ലതായിട്ട് വണ്ടി ഇടിക്കുന്നുണ്ട്. എനിക്കറിയാമായിരുന്നു ഞാൻ എപ്പോഴെങ്കിലും ബസ് ഓടിക്കാൻ നേരം എവിടെയെങ്കിലും തട്ടലും മുട്ടലും കാണുമെന്ന്. അതും അറിഞ്ഞു വെച്ചാണ് ഞാൻ പോകുന്നത്. അപ്പം ഈ വണ്ടീൻ്റെ സൈഡൊക്കെ കണ്ടാ ഗൈസ്, ഫുള്ള് ചെളി ഇടിച്ച് ഈ ഓഫ് റോഡ് വന്നത്. നമുക്ക് എന്തായാലും ബസ്സൊന്ന് കഴുകിയിട്ട് വേണം കൊടുക്കാൻ. ഫുള്ള് ചെളിയും മണ്ണും എല്ലാം പിടിച്ച് ബസ്സിൽ. ബസ്സിൻ്റെ ബോഡിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഇതാണ് നമ്മുടെ ചെളി. ഈ ചുരമൊക്കെ കണ്ടോ ഗൈസ്, ഇത്രയും വലിയ ചുരത്തിലൊക്കെയാണ് വണ്ടി കയറുന്നത്. അപ്പോൾ ഈ വണ്ടീൻ്റെ പവർ നോർത്തേ നിങ്ങൾ. ഡേ ആ സ്കൂട്ടറുകാരനൊക്കെ തന്നെ നിസ്സാരമായിട്ട് കയറിപ്പോകുന്നു ഈ ചുരം. നമ്മളാണ് ഇത്രയും വലിയ കുട്ടക്കാട് ബസ്സും കൊണ്ട് വന്നിട്ടും നിസ്സാരമായിട്ട് ഈ ചുരമൊക്കെ കയറി വരുന്നു. അപ്പോരാ നമ്മളിപ്പോൾ ഏതോ ഒരു ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നത്. ബ്രോമോ എന്ന് പറഞ്ഞ സ്ഥലത്തിലെ ഹൈ റേഞ്ചിലാണ് വന്ന് നിൽക്കുന്നത് ഇപ്പം. ഗൈസ്, ഇതായിരിക്കും മൗണ്ടൻ. ഇതായിരിക്കും ബ്രോമോ മൗണ്ടൻ, ഈ സംഭവം. അപ്പം നമ്മൾ മൗണ്ടനിൽ തന്നെ വന്നേ. ഇത് കണ്ടോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇത് അല്ല, അതാ മൗണ്ടൻ. അതെ, അതാ മൗണ്ടൻ. അപ്പം നമ്മളെ അവിടെ കൊണ്ട് നിർത്തിയതാണ്. ഈ കാഴ്ച കണ്ടാ ഗൈസ്, മലനിരകളിൽ കൂടെ നമ്മൾ പോവുക. നമുക്കിനി ചുറ്റിക്കറങ്ങി അങ്ങോട്ട് പോകണം. ആ ഒരു ഗേറ്റ് പോലെ പണിഞ്ഞ് വെച്ചേക്കുന്നത്. നമുക്കെന്തായാലും ഇൻറ്റീരിയർ വരെ ഓടിക്കാം. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ ഒരു വീഡിയോ പോയെന്ന് കാണുക. മസ്റ്റ് വാച്ച് ആണ്. 2 ദിവസം കൊണ്ട് 21 വ്യൂസ് കിട്ടി. അതൊരു നല്ല കാര്യം. ഈ നല്ലതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഹൈ റേഞ്ചിൽ. വൈപ്പറാണ് പതുക്കെ ആയിട്ട് ഇത് എന്തുവാ ജനലിലെ വെള്ളം കളയുന്നത്. എന്താ അറിഞ്ഞൂടെ ഗൈസ്. ഞാൻ അപ്പം ഈ നിർത്തി. ഞാൻ പറഞ്ഞു ഞാൻ അതിന് ഇത് ഇങ്ങനെ നിർത്തി എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഫ്രീക്വൻ്റായിട്ടല്ലേ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വേറെ വാക്ക് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ നിർത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മൂക്കൊലിപ്പും തുമ്മലുമാണ്. അതുകൊണ്ട് ആണ് ഈ തൊണ്ടയിൽ ഇങ്ങനെ കഫ ഇരിക്കുന്ന പോലെ. അതുകൊണ്ടാണ് ശബ്ദത്തിന് ഇച്ചിരി ചെറുതായിട്ടൊരു മാറ്റവും. പിന്നെ എന്തുവാ പിന്നെ ഞാൻ നിർത്തി പറയുന്നത്. പിന്നെ ശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ കുഴപ്പമില്ല. എനിക്ക് പറഞ്ഞ അല്ലേ, തുമ്മലും ചുമയാണ്. അതുകൊണ്ട് ശബ്ദം നല്ലതായിട്ട് കേൾക്കാൻ പറ്റുന്നില്ലേ, സോറി. അവിടെ നല്ല ഇടിയാണ് ഇടിച്ച്. വണ്ടീൻ്റെ കോലം കണ്ട. കുഴപ്പമില്ല, ഇത് നന്നാക്കാൻ നേരം കൂടി ഒന്ന് കഴുകിയാൽ മതി. അപ്പോൾ 2 ഒറ്റടിക്ക് ഇത് വന്നു. നമ്മളിപ്പോൾ ഇവിടം വരെ എത്തി. ഇതേതാ, എന്തോ സ്ഥലം ഇതേതാ? ഒരു പറയാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ ഒരു ഹൈ റേഞ്ചിൽ തന്നെ ബസ് ഓടിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ മിക്ക ഹൈ റേഞ്ച് നമ്മൾ കടന്ന്, എന്ന് വെച്ചാൽ ആ ഒരു ബ്രോമോ മൗണ്ടൻ്റെ ആ ഒരു ഭാഗം അങ്ങ് നമ്മൾ കടന്നപ്പോൾ 2 സൈഡിലും കാടും കൊക്കയൊക്കെയാണ്. അപ്പോൾ ബസ് എങ്ങാനും ഒന്ന്
ഏതേലും ഒരു സൈഡിൽ പോവാണ് തീർന്ന്. പിന്നെ വണ്ടിക്ക് നല്ലൊരു പവർ കിട്ടുന്നില്ല. അവിടെയൊക്കെ ഇടിച്ചല്ലേ. അയ്യോ, ഇടിച്ചെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ സ്കൂട്ടറിനെ പോയൊന്ന് തട്ടി. ഇപ്പോൾ അതേ പോസ്റ്റയിലും വന്ന് തട്ടി. അപ്പം വണ്ടി എന്തായാലും തകിട് പണിയാകും. റിവേഴ്സല്ലേ. അയ്യോ, ഇപ്പോൾ അവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചു. നമ്മുടെ വണ്ടി ചെറുതായിട്ട് റിവേഴ്സ് പോയപ്പം. നമുക്കിനി ഇത്രാം വരെ ചെല്ലണം. അത് കഴിഞ്ഞാൽ ചെക്ക് പോയിൻ്റാണ്. അയ്യോ, ഇതിനി വലുതായിട്ടില്ല. കാരണം നിങ്ങൾ കണ്ടായി, കാണാത്തവർക്ക് ഇതാ ഒന്നും കൂടി കാണാം. നമ്മളിപ്പോൾ ഇത് വന്ന വരി തന്നെ തിരിച്ചു പോകില്ല. അതുകൊണ്ട് അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. ചിലപ്പം ഞാൻ ആദ്യം പോയപ്പോൾ കാണാത്ത ചില കാര്യങ്ങൾ കാണുമായിരിക്കും. അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോവാം. ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ, ഒരു ബാഡ് ഡേ തന്നെ. മൂക്കൊലിപ്പും തുമ്മലും എനിക്ക്. കൂടാണ്ട് ബസ് ഫുള്ള് ചളി. അത് മാത്രമല്ല, വണ്ടി തകിട് പണിയുമായി. ഞാൻ എവിടെ വെച്ചാ പറഞ്ഞു നിർത്തിയ? വണ്ടി ഫുള്ള് ചെളിയായി. പിന്നെ ബസ് മുഴുവനും തകിട് പണിയുമായി. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ അതേ ഈ ഹൈ റേഞ്ചിൽ നിന്ന് വിട്ട് നേരെ നമ്മുടെ സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. FPS അത്രയും കിട്ടുന്നില്ല. അത് കുഴപ്പമില്ല, ഉള്ളതും വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിനി ഈ പാസഞ്ചേഴ്സിനെ അവരെ കയറ്റിയ സ്ഥലത്ത് കൊണ്ടാക്കണം. എന്ന് വെച്ചാൽ ഇവിടെ വരെ കൊണ്ടാക്കണം. ഇവിടെ കൊണ്ടാക്കണം. ഇതെന്തായാലും ഇങ്ങോട്ടാണല്ലേ. അയ്യോ, ഞാൻ ഒരു മണ്ടൻ തന്നെ. ഇനി നമുക്ക് ഇൻറ്റീരിയർ വരി ഓടിക്കാം. കുറച്ച് നേരമായില്ല ഞാൻ ഇൻറ്റീരിയർ ഇട്ട് ഓടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ കൂടുതലും ഞാൻ ഇൻറ്റീരിയർ ഇട്ട് ഓടിക്കുന്ന ഇച്ചിരി കൂടി റിയലിസ്റ്റിക് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അല്ലാത്ത സമയമൊക്കെ ഞാൻ മറ്റേ 360 ഡിഗ്രിയാണ് ഓടിക്കുന്നത്. നിങ്ങൾക്ക് എന്താ അറിഞ്ഞൂടെ, അതാ ഇഷ്ടം ഇൻറ്റീരിയറിന് പകരം. കാരണം ഇൻറ്റീരിയർ ആകുമ്പോൾ ഈ സൈഡിലൊക്കെ വണ്ടിയെല്ലാം വരുന്നുണ്ടോ കാണാൻ വലുതായിട്ട് പറ്റില്ല. പിന്നെ റിവേഴ്സ് എടുക്കാൻ നേരം ബാക്ക് മിററിൽ നിന്ന് ഇത് വലുതായിട്ട് കാണാൻ പറ്റില്ല. 360 ആണ് ഫുള്ളും കാണാം. ഇപ്പോഴും എത്തിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ദൂരം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് നോക്കട്ടെ. അയ്യോ, ഇല്ല, കുറച്ച് ദൂരം ഒന്നും ഇല്ല. അത് ഇപ്പം എടുക്കും. എടുക്കാറായി. ഗൈസ്, എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഒരു 9 മിനിറ്റ് കാണുമെന്ന്. 9 അതിൽ കൂടുതലോ. ഗൈസ്, ഒരു മിനിറ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ തിരിച്ചു വന്ന് അവിടെ എന്തോ ഒരു സംഭവം. നമ്മളിപ്പോൾ ഇതെന്തിടോ? ഇത് ഞാൻ കണ്ട, പക്ഷേ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ല. ഇതെന്ത് മഴവില്ല് പട്ടണോ? ഇവിടെ ഫുള്ള് നീല. ഇത് നീലപ്പട്ടണം, ഇത് മഴവില്ല് പട്ടണം. കൊള്ളാം എന്തായാലും. നമ്മുടെ പാസഞ്ചേഴ്സിനെ കൊണ്ടുവിടാനുള്ള സ്ഥലം എത്താറായി. ഈ ഒരു വളവും കൂടി കഴിഞ്ഞ് എത്തുമെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ട. എന്തായാലും 9 മിനിറ്റ് എങ്ങാണ്ട കാണും. ഇവിടെ ഇതാ ബ്ലോക്ക്. ഞാൻ ഇതുവരെ ഓവർടേക്ക് ചെയ്തു. ഗൈസ്, ഇവിടെ എത്തി. 9 മിനിറ്റ് പോലും ആയില്ല. അപ്പം ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത് ഇത്രേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ വരെ ബായ്. എനിക്കിനി ഇതൊന്ന് പോയി നന്നാക്കണം.